ഇത് ഹേസ്റ്റിങ്സ് നഗരം, ഇംഗ്ലണ്ടിലെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരവും ചരിത്ര പ്രാധാന്യമേറിയതുമായ ഒരു കടലോര നഗരം. എത്ര പ്രാവശ്യം ഞാൻ ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഞാനിവിടെയുണ്ട്. എങ്കിലും എന്നും ഈ നഗരത്തിനൊരു വശ്യതയുണ്ട്. മനോഹരമായ പ്രഭാതവും അതിലേറെ സുന്ദരമായ സന്ധ്യയുമെല്ലാമുള്ള ഹേസ്റ്റിങ്സ്. ആധുനിക നഗരങ്ങളുടെ പളപളപ്പുകൾ ഏതുമില്ലാത്തൊരു നഗരം. ഇടുങ്ങിയ വീഥികളും പൗരാണിക കെട്ടിടങ്ങളുമുള്ള ഒരു കൊച്ചു നഗരം. ഓരോ വീഥിയിലും ചരിത്രത്തിൻ്റെ പാദമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഈ നഗരം. ഇന്ന് ഈ തീരത്തുകൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചതും ഈ നഗരത്തിൻ്റെ ഇന്നലകളെ പറ്റിയാണ്. ബ്രിട്ടീഷ് ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെഴുതിയ നഗരം എന്ന നിലയിലാണ് ഹേസ്റ്റിങ്സ് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. AD 1066 വാർ ഓഫ് ഹേസ്റ്റിങ്സ്, ഹേസ്റ്റിങ്സ് കാസിൽ, ഓൾഡ് ടൗൺ ആൻഡ് ദ സ്റ്റേറ്റ്, സ്മഗ്ലേഴ്സ് അഡ്വഞ്ചർ, ഹേസ്റ്റിങ്സ് പിയർ, ജാക്ക് ആൻഡ് ഗ്രീൻ ഫെസ്റ്റിവൽ തുടങ്ങി ചരിത്രത്തിൽ ഇടം പിടിച്ച ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു നഗരം കൂടിയാണ് ഹേസ്റ്റിങ്സ്. ഹേസ്റ്റിങ്സിൻ്റെ ചരിത്രത്തെ നമുക്ക് രണ്ടായി വിഭജിക്കാം. പ്രസിദ്ധമായ 1066 നോമൻ അധിനിവേശത്തിന് മുൻപും പിൻപും. ഏറെ പ്രാചീനമായ ചരിത്രമുള്ള ഒരു നഗരം കൂടിയാണ് ഹേസ്റ്റിങ്സ്. ശിലായുഗത്തിലും വെങ്കലയുഗത്തിലും ഹേസ്റ്റിങ്സിലും അതിനു ചുറ്റിലും പ്രാചീന മനുഷ്യർ ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ചരിത്രകാരന്മാർക്ക് ആയുധങ്ങളുടെ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. റോമാക്കാർ ബ്രിട്ടൻ ഭരിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഹേസ്റ്റിങ്സ് രാജ്യത്തെ ഒരു പ്രധാന ഇരുമ്പുൽപാദന കേന്ദ്രമായി മാറിയത്. ഇവിടെ നിന്നും ധാരാളം ഇരുമ്പുൽപാദന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഹേസ്റ്റിങ്സ് എന്ന പേരിലും അതെങ്ങനെ വന്നു എന്നതിനെ പറ്റിയുമെല്ലാം ഒട്ടനവധി കഥകളും വസ്തുതകളുമുണ്ട്. BC 5-ാം നൂറ്റാണ്ടോടുകൂടി റോമാക്കാർ ഇവിടുന്ന് പിൻവാങ്ങി. അതിനുശേഷം ആംഗ്ലോ സാക്സൺ വംശജരായ ഒരു കൂട്ടം ജനങ്ങളാണ് ഇവിടെ കുടിയേറിപ്പാർത്തത്. ഹേസ്റ്റ എന്ന പേരുള്ള ഒരു തലവന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ ഹേസ്റ്റിംഗാസ് എന്ന് ഈ പ്രദേശത്തെ ആദ്യം വിളിക്കുകയും പിന്നീടത് ലോപിച്ച് ഹേസ്റ്റിങ്സ് ആയി മാറി എന്നതാണ് ചരിത്രം. അതിലും കൗതുകകരമായൊരു കാര്യം 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ഹേസ്റ്റിങ്സ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എന്നതാണ്. ചുറ്റുമുള്ള പ്രധാന നാട്ടുരാജ്യങ്ങളായ കെന്റ്, സസെക്സ് എന്നിവയിൽ നിന്നും വേറിട്ട് സ്വന്തമായി ഭരണം നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ഹേസ്റ്റിങ്സ്. AD 771 മർസിയ സാമ്രാജ്യത്തിലെ കിങ് ഓഫയാണ് ഹേസ്റ്റിങ്സിനെ കീഴ്പ്പെടുത്തിയത്. അതിനുശേഷമാണ് ഹേസ്റ്റിങ്സിന് സ്വതന്ത്ര പദവി നഷ്ടമാകുന്നത്. ഒരു തീരദേശ നഗരമോ ഗ്രാമമോ ആയതിനാൽ തുടർച്ചയായുള്ള ആക്രമണങ്ങൾക്ക് വേദി കൂടിയാണ് ഹേസ്റ്റിങ്സ്. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 9-ാം നൂറ്റാണ്ടിൽ, ഡാനിഷ് വൈക്കിങ്ങുകളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് ഹേസ്റ്റിങ്സ് വിധേയമായിട്ടുണ്ട്. ഈ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനാണ് ഇവിടെയും കോട്ടമതിലോട് കൂടിയ ഒരു നഗരം കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് സ്ഥാപിച്ചത്. ക്രിസ്തുവർഷം 10-ാം നൂറ്റാണ്ടിൽ സ്വന്തമായി നാണയങ്ങൾ അച്ചടിക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമായി മാറി ഹേസ്റ്റിങ്സ്. 1066 ചരിത്രപ്രധാനമായ യുദ്ധത്തിന് മുൻപ് ഇംഗ്ലീഷ് ചാനലുകളിലൂടെയുള്ള ആക്രമണങ്ങളെ തടയാൻ വേണ്ടി കപ്പലുകളും നാവികരെയും എല്ലാം നൽകിയ 5 തീരദേശ തുറമുഖങ്ങളുടെ കൂട്ടായ്മയായ സിനിക് പോർട്ടിലും ഹേസ്റ്റിങ്സ് അംഗമായിരുന്നു. പിന്നീടാണ് ചരിത്രത്തെ രണ്ടായി വിഭജിച്ച AD 1066 വാർ ഓഫ് ഹേസ്റ്റിങ്സ് വരുന്നത്. ഇംഗ്ലീഷ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് AD 66 ഒക്ടോബർ 14 നടന്ന ഹേസ്റ്റിങ്സ് യുദ്ധം. നോർമാണ്ടിയുടെ ഡ്യൂക്കായിരുന്ന വില്യം ദ കോൺകറർ ഇംഗ്ലണ്ടിലെ അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവായ കിങ് ഹെറോൾഡ് രണ്ടാമനെ പരാജയപ്പെടുത്തി. അത് ഇവിടെ വച്ചാണ്. ഈ യുദ്ധത്തോടു കൂടിയാണ് ഇംഗ്ലണ്ടിൽ ആംഗ്ലോ സാക്സൺ ഭരണം അവസാനിക്കുന്നതും നോർമൻ ഭരണം ആരംഭിക്കുകയും ചെയ്തത്. ഹേസ്റ്റിങ്സ് കാസിൽ 1066 സ്ഥാപിച്ചത്. അത് ഇംഗ്ലണ്ടിൽ നോർമൻകാർ നിർമ്മിച്ച ആദ്യത്തെ
കല്ലുകൊണ്ടുണ്ടാക്കിയ കോട്ടകളിൽ ഒന്നാണ്. കടലിന് അഭിമുഖമായി ഒരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. ഇന്നതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഹേസ്റ്റിങ്സിലെ ഓൾഡ് ടൗൺ, പരമ്പരാഗതമായ തെരുവുകൾ, വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ കെട്ടിടങ്ങൾ എന്നിവ കൊണ്ടെല്ലാം പ്രശസ്തമാണ്. ഇവിടുത്തെ ദ സ്റ്റെയ്ഡ് എന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ തീരദേശ മീൻപിടുത്ത കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ഹേസ്റ്റിങ്സ് അറിയപ്പെട്ടിരുന്നത് കള്ളക്കടത്തുകാരുടെ ഒരു കേന്ദ്രമായിട്ടാണ്. സ്മഗ്ലേഴ്സ് അഡ്വഞ്ചർ എന്നത് ഇവിടുത്തെ പ്രകൃതിദത്തമായ സെന്റ് ക്ലെമൻസ് കേവിൽ അന്നവർ ഈ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മൂലമാണ്. മറ്റൊരു പ്രധാന ആകർഷണമാണ് ഹേസ്റ്റിങ്സ് പിയർ. ചുരുക്കത്തിൽ ബ്രിട്ടന്റെ ചരിത്രത്തിലെ നിർണായകമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര നഗരവും അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ് ഹേസ്റ്റിങ്സ്.